ഡ്രൈവില്ലേ അമ്പലത്തിൽ പാട്ട് തുടങ്ങും. എന്താണ് നമുക്ക് ഇറങ്ങിയാലോ? ആയിട്ടില്ല. സൂര്യന്റെ വെട്ടം പടിഞ്ഞാറേ മല പകുതി താഴുന്നു. ആ വാരം മുഴുവൻ ഇരുട്ടാവും. എന്നാലോ നമുക്ക് കാണേണ്ടതൊക്കെ കാറ് എഴുതിക്കാം. അല്പനേരവും കൂടി കാക്കാം. കുറച്ചു നേരം പറഞ്ഞിട്ട് കുറെ ആയാലോ. മനുഷ്യനാണെങ്കിൽ വ്യസ്തത്തോടെ കുടല് വരിക. ഒരു കള്ളൻ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് അറിയാവോ? ഈ ഒരുപാട് പഠിക്കാനുണ്ട്. മതി മതി, അതിന്റെ പൊടി കിടന്നു തോന്നണ്ട. നിനക്ക് ഈയിടെയായിട്ട് ബഹുമാനം കുറച്ച് കുറവാണല്ലോ. കളവാണേലും ഇതൊരു തൊഴില. അത് പഠിപ്പിച്ചു തരുന്ന ആൾ ഗുരു. അല്പം ബഹുമാനമൊക്കെ ആവാം. ഒരു ഗുരു എന്റെ ആശാനെ വിശന്നിട്ട് പള്ള തള്ളക്ക് വരുമ്പോഴേ അത്രയൊക്കെ ബഹുമാനേ കാണുള്ളൂ. അതുകൊണ്ട് അത് വിട്. നിങ്ങളെ ഇന്നത്തെ പ്രേമം അങ്ങനെ മര്യാദയ്ക്ക് ചോദിക്കും. ഇരുട്ടി കഴിയുമ്പോ നമ്മളത് ആ കാണുന്ന ഇടവഴിയിലൂടെ താഴത്തേക്ക് നേരെ സുരേന്ദ്രന്റെ പറമ്പിലേക്ക്. നമ്മൾ മതിൽ ചാടി നേരെ ഭാഗവമ്പുകളുടെ പറമ്പിലേക്ക് എന്നിട്ട് 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 അവിടെ പോയിട്ട് വന്നില്ല. നിനക്ക് എത്തിയാക്കാൻ ശകലം കൂടുതൽ ഇപ്പോഴേ പറഞ്ഞാലേ നീ അവിടെ ചെല്ലുന്നതിന് മുമ്പേ എന്തെങ്കിലും മണ്ടത്തിലും അതാ ആശാനെ കള്ളന്മാർക്ക് വേണ്ടതേ പരസ്പര വിശ്വാസ. ഗുരുവിന് ഇതുപോലും അറിയില്ലേ? ഗുരു അല്ല പിന്നെ ദേഷ്യം വരൂലേ? എത്ര നേരം ഈ പൊട്ടത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. മനുഷ്യനാണെങ്കിൽ വിശന്ന് കണ്ണും കാണാൻ വയ്യ. എന്താ തല്ലി കിട്ടുന്നത്? എന്താ എന്തിനാ ഇത് വെച്ചിരുന്ന കപ്പലെ കിട്ടി? പിന്നെ നീ ഉറങ്ങിക്കിടന്നപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ വിശക്കുമാണ്. അതാണ് നീ കിട്ടുന്ന താമസം. ഇനി എത്ര നേരം കഴിയണമെന്ന് എഴുതാൻ എനിക്കെന്ത് ചൊറുക്ക് വരുന്നുണ്ട്. ഞാൻ പോവാ. ഇതാ ഞാൻ നിനക്ക് എടുത്തിയാട്ടം കൂടുതലാണെന്ന്. നീ അവിടെ പോയിട്ട് എന്തുണ്ടാക്കാനാണ്? അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് നിനക്കറിയാമോ? ഒരു പണി പഠിക്കുമ്പോ അത്
അതിൻ്റെതായ ക്ഷമ വേണം. നിനക്കതില്ല. കുറെ നേരമായല്ലോ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യത ഉണ്ട്. നടുവൊടിഞ്ഞു. ഇപ്പൊ നമ്മള് പറമ്പിലെത്തിയില്ലേ? ഇനിയെങ്കിലും പറ, എന്താ നമ്മുടെ പ്ലാൻ? ഒന്നും കാണുന്നില്ലേ? കണ്ണു തുറന്ന് നോക്കണം. എന്താ നമ്മൾ ഈ കാണുന്ന കപ്പ മുഴുവൻ പറിക്കുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബാക്കി മാർക്കറ്റ് കൊണ്ട് വിൽക്കുന്നു. ഇതാണോ നിങ്ങൾ ഒടുക്കുന്ന പ്ലാൻ? ഈ കപ്പ വെച്ചിട്ട് എന്ത് കിട്ടാൻ? നമുക്ക് ആ ഭാഗം വീട് കുത്തിപ്പൊളിക്കാം. അവിടെ വല്ല സ്വന്തവും പണവും കാണും. അതെടുത്ത് വെച്ചിട്ട് കുറെ കാലത്തേക്ക് നമുക്ക് ജോലിക്ക് വേണ്ടല്ലോ. അതിനൊക്കെ ഒരുപാട് അധ്വാനിക്കണം. ഒരാത്തിന് ബുദ്ധി ഉപയോഗിക്കണം. ഈ രണ്ടും നമ്മളൊക്കെ പറ്റില്ലല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം അയാളുടെ വീടിന്റെ മണ്ടയ്ക്കോട്ട് വലുത് കയറണം. പിന്നെ ഓട് മാറ്റി താഴത്തേക്ക് ഇറങ്ങണം. പാലെ എടുത്ത് കുത്തി 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 തുറക്കണം. ഈ നാട്ടുകാരെ കണ്ണു കുത്തി ചെത്തതുപോലെ ഓടിയല്ല. ഭയങ്കര പാടാ. എന്നെ കൊണ്ട് പറ്റൂല. ശരിയാ. എന്നാ പിന്നെ അപ്പൊ വയ്ക്കല്ലേ?
കണ്ടില്ലേ കുഴിച്ചിട്ടിരിക്കുന്നതിന്റെ അടയാളല്ലേ ഇത് മാത്രമാ ശാപ്തൻ സേവ തന്നോട് വൈകാനുള്ള ആരോ തനിക്കിട്ട് പണിയാൻ വെച്ച് കെണിയായത് ഊഹിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഊഹിക്കാൻ ഒരുപാടുണ്ട് അപ്പൊ പിന്നെ കൂടോപ്പുറം ഒരുപാട് കാണും വിളിച്ചോ നിങ്ങളെ വരും തലമുറ നശിച്ച് നാരായണത്തിനടുത്ത് പോവേ ഒന്ന് ഓർത്തോ ഏത് നായിന്റെ മോളാണ് എനിക്ക് പറയാൻ നോക്കണേ അവർക്ക് ഓടിപ്പോയി കാണുന്നേ സമാധാനിക്കേ നിർത്തണോ ഓരോരോ അന്ധവിശ്വാസങ്ങളും എന്റെ ഭാഗമില്ലേ നിങ്ങൾക്ക് നാണില്ലേ ഒന്നും മണ്ടത്തരങ്ങൾ വിശ്വസിക്കാൻ അല്ല നിങ്ങളൊന്ന് ലോജിക്കായി ചിന്തിച്ചു നോക്കിയേ ഇതൊന്നുമല്ല ഇതൊരു പ്രതിഷേധമാണ് ജീവിച്ചിരിക്കുന്നവരുടേതല്ല മരിച്ചവരുടെ പ്രതിഷേധം നിങ്ങളുടെ അച്ഛൻ അഭീരതമുള്ള എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞ് അല്ല മരണക്കിടക്കയിൽ വെച്ച് അങ്ങനെയൊന്നും പറയാൻ ശ്രമിച്ചിരുന്നല്ലേ അത് സമോസന്നോ മുട്ട മാസന്നോ കൂടാ എന്ന് വെച്ചാൽ സമാധി സമാധിയായി മരിക്കാൻ കഴിയാത്ത ഒരു പിതാവിന്റെ പ്രതിഷേധമാണിത്. ഇഞ്ചക്ഷൻ നിങ്ങളൊക്കെ ഏത് ലോകത്താ ഒരിടത്ത് ചൂടാട്ടോ വേറെ സമാധി. ഓ നിങ്ങൾ ഇങ്ങനെ തന്തവൈന്ന് സ്കിബിഡീസ് ആകല്ലേ. നിങ്ങളെ കുഴിയുടെ ഷേപ്പ് നോക്കിയേ. ഇനി ഈ സാധനത്തിന് ഷേപ്പ് നോക്കിയേ. ഈ ഷേപ്പ് ഇതിനോട് ഓരോ അടികൾ തന്നില്ല മോദന ഘട്ടമാ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ വരും. അങ്ങോട്ട് അതറിയാനാണ് സാറന്മാരെ വിളിച്ചത്.
തീട്ടുവെത്തല്ലേ നിങ്ങൾ കാര്യം പറഞ്ഞു ഷൗട്ട് ചെയ്യും ചേച്ചി കാര്യം പറയട്ടെ എന്ത് പറയാനാ സാറേ? പതിവ് പോലെ അങ്ങനെ തൂറാൻ വന്നതാ. ഇരിക്കുന്നതിനെ മുന്നേ പോയി വരാൻ ഞാൻ പറഞ്ഞതാ. വീട്ടിൽ കണ്ടാൽ അങ്ങനെ കൂട്ടത്തുള്ളൂ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ശരി ലളിത പറയൂ, സുമാർ എത്ര സമയം എടുത്തിട്ടാണ് ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യാറുള്ളത്? എന്തുകൊണ്ട് സാറേ? പറഞ്ഞ പ്രവൃത്തി കൂടുന്ന കാര്യം മനസ്സിലാവണ്ടേ? സാറേ കൂടാത്തേ ഈ പാടിനകത്ത് എന്റെ സാറേ സമാധിയോ? എന്റെ സാറേ എന്താണോ കഴിഞ്ഞ ആഴ്ച കൂത്താട്ടുകുളത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് ഓർമ്മ അവിടെ ഏകദേശം എല്ലാവരും ഇത് തന്നെയാ പറഞ്ഞേ. എന്റെ ഒരു നിഗമനം ശരിയാണ്, ഇത് ബ്ലാക്ക് മാൻ. പോലീസായി കുറച്ച് ഒബ്സർവേഷൻ ഒക്കെ വേണം. ആ പുള്ളിയുടെ ഷേപ്പ് ഒരു 10-12 വരെയുള്ള ഏതോ ജീവിയുടെ കാൽപാതകൾ പുള്ളി, പിന്നെ ഇവിടുത്തെ പരിസരം എല്ലാം കൂടി കൂട്ടി യോജിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് മാൻ ആണ്. അതല്ലേ സാറേ ഞാനും പറഞ്ഞു. ഞാൻ ചോദിക്കാം, പറയൂ മിസ്റ്റർ കോമൻ, എന്താണ് സംഭവിച്ചത്? എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയൂ. നിങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നത് പറ. നിർബന്ധിക്കണ്ട, എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു. എന്റെ സാറിന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഇത് കൂടാതെ ഒന്നും ഉണ്ടായിരിക്കും. കുറെ നേരമാണ് നിങ്ങളെ ചർച്ച തുടങ്ങിയിട്ട് വല്ല തീരുമാനമാണ് എന്നാ സംഭവം പറഞ്ഞാൽ കൊള്ളായിരുന്നു. അതായത് ഇതുവരെയുള്ള എന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിന്റെയും സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നു. ഓഹോ, എന്താണോ അത്? ഞാൻ മനസ്സിലാക്കിയത് ഒരു പോലീസുകാരന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അയാളുടെ ബുദ്ധിയാണ്. അതെ, ബുദ്ധിയുള്ള ഒരു പോലീസുകാരന് ഇവര് പറയുന്ന പോലെ അന്ധവിശ്വാസത്തിലൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. ഇത് ഇവര് പറയുന്ന പോലെ ചാർന്നനോ മറുതൊന്നും അല്ല. എന്റെ പോലീസ് ബുദ്ധി മോഡേൺ സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനത്തിൽ ലോജിക്കലായി ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിലും ബുദ്ധി എന്റെ ചക്കയുണ്ടല്ലോ. ചക്കയ്ക്ക് ഞാൻ ഈ മാസം തരുന്നതേ തനിക്കിങ്ങനെ തടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടല്ല, എനിക്ക് ആവശ്യമുള്ളപ്പോ എന്റെ കൂടെ നിൽക്കാനും എന്റെ കാര്യങ്ങള് പാകാസ്തവില്ലാതെ നടത്തിടാൻ വേണ്ടിട്ടാണ്. പിന്നെ ഓരോ പോലീസ് ബുദ്ധി ഉണ്ടല്ലോ, അതിനോട് അറിയല്ലേ. എനിക്കെതിരെ നിന്നവരുടെയൊക്കെ അവസ്ഥ എനിക്ക് അറിയാമോ അല്ലേ? അറിയാം പിള്ള സാർ. ഒരേ ഒരാഴ്ചയുണ്ട് ഞങ്ങൾ ഇത് കണ്ടുപിടിക്കും. ഒരാഴ്ചയോ? ഒരാഴ്ചല്ല, ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് താൻ പോയാ മതി. എനിക്കറിയണം എന്റെ പറമ്പില് ഏത് നായിന്റെ പോലെ എന്റെ അനുവാദത്തിനാണ് കയറിയത്. എനിക്കറിയണം മാടനാണോ മാടനയാണോ പാടനാണോ കൊലയനാണോ. എന്നിട്ട് ഞാൻ തീരുമാനിക്കും മന്ത്രവാദം വേണോ അതോ ശുദ്ധികലശം വേണോ. എടാ നായി, നിനക്ക് എന്റെ പറമ്പിൽ തന്നെ കയറി തൂർന്നല്ലടാ. ഇനിയെങ്ങാനും നീ എന്റെ പറമ്പിൽ കയറി നിറഞ്ഞ നിന്നെ പോത്തിന് ഞാൻ നീ വിളിക്കും. പറയടാ അറിയും എന്താ സംഭവിച്ചേ, എന്താണ് എന്റെ കയ്യിൽ. പറയടാ, ആരൊക്കെയാണോ ഇതിന്റെ പറയും. പറയടാ Thank you.
ഞാൻ മാത്രമേ കണ്ടു. ബിരുദന്മാർ ഇതുവഴി പോണത് കണ്ട അറിയുന്നതയും അറിയാത്തോരാ മനുഷ്യന്മാരെ കണ്ട ബിരുദന്മാർ ഇതുവഴി പോണത് കണ്ട ഏതോ വലിയ ആശുപത്രിയാണ് തോന്നുന്നു. ആശുപത്രി എടാ നമ്മുടെ നാട്ടിലേതാണ് ഇങ്ങനെ ഒരു ആശുപത്രി. അതാ ഞാനും ആലോചിക്കുന്നത്. അത് പോട്ടെ, ആശാനെ പോലീസുകാർ വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് മുങ്ങണം. അത് മാത്രല്ല, ആശുപത്രിക്കാർ വലിയ ബില്ലായിട്ട് വന്ന എടുത്തു കൊടുക്കാൻ നമ്മുടെ എന്തെങ്കിലും ഉണ്ടാ. നമ്മുടെ കപ്പയൊക്കെ എന്ത് ചെയ്യും? കപ്പയൊക്കെ പോയി. അവർക്ക് പോയോ പിന്നെ എന്റെ അടുത്ത് നില കൊടുക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടുന്ന് വേഗം മുങ്ങാം. വഴിയോട്ട് വിളിക്കാം. വാ. എടാ കിട്ടി നോക്കുന്നേ ഇതുവഴി രക്ഷപ്പെടാം. അതെ, എങ്ങോട്ട് പോന്നു? നിങ്ങളോടായിരുന്നു പോയിക്കളയാൻ പറഞ്ഞേ. നിങ്ങളുടെ ചികിത്സയ്ക്ക് പൂർണ്ണമായിട്ടില്ല. ഡോക്ടറുടെ എന്നെ അവൾ പറയാം. വന്നേ, ഞാനത് കുറിച്ച് തരാം. അല്ല ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട് അല്ലേ? ആഹാ, അങ്ങനെ പറഞ്ഞെങ്ങനെയാ? അങ്ങനെ പോകാനൊന്നും പറ്റില്ല. നിങ്ങൾ കൊച്ചു കഴിക്കാനുള്ള ഗുളികയായിട്ട് ഞാൻ വന്നിരിക്കുന്നേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. കുഴപ്പമില്ല. അതെ കണ്ടില്ലേ അല്ലേ ആശാൻ? എന്നാ ശരി, ഞങ്ങൾ പോവാം. എന്താ പ്രശ്നം? ഡോക്ടർ, നിങ്ങൾ പോകണം എന്ന് വാശി പിടിക്കുക. ചികിത്സ പൂർത്തിയാവാണ്ട് പോകുന്നതിന് ഞാൻ പറഞ്ഞതോ. പക്ഷേ രാവിലെ മരുന്നൊക്കെ കൊടുത്തത്. പോകണമെങ്കിൽ പോകാം. ഒരു ദിവസം കൂടി കിടക്കുന്നതാകും നല്ലത്. ക്ഷീണമൊക്കെ മാറിപ്പോയാ പോരെ? ഞങ്ങൾക്ക് പോയിട്ട് ഭയങ്കര തൃപ്തിയാണ്. അതെ ഞങ്ങൾക്ക് ഒരു ക്ഷീണവും ഇല്ല. അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്നാ, ഈ മരുന്ന് കൂടി കൊണ്ടുപോയി ദിവസം കഴിക്കണം കേട്ടോ. ബുദ്ധിമുട്ടൊന്നും തുടങ്ങി കുത്തിയിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ രൂപ കാശ് കഴിക്കാൻ പോയി ഒരാത്തിന് കുറെ മരുന്ന് കൊടുത്ത് തന്നിരിക്കും. അതെ, ഇനി സർക്കാർ ആശുപത്രി വല്ലതും ആയിരിക്കും. അതൊന്നും അല്ല, അതിലും കൂടി തന്നോ. ആശാനെ കാണിക്കും. എടാ നിന്റെ കിട്ടി എങ്ങനെ അടിച്ചു മാറ്റാൻ നോക്കണേ. ആശാനെ വിഷം കൊണ്ട് പുറകെ കഴിയാ. വല്ലതും കഴിക്കാനിപ്പോ എന്താ ചെയ്യാ? വെള്ളം കഴിക്കാനിപ്പോ വല്ല ഹോട്ടലിൽ പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പൊ കാശോ? ഓ പിന്നെ ഇത്രയും കാലം നീ കാശ് കൊടുത്തിട്ടാണല്ലോ ഭക്ഷണമായിട്ടുള്ളത്. കള്ളന്മാരല്ലടാ. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഞാൻ പോയി നോക്കി വരാം. ആരെങ്കിലും വന്നാൽ തരാം. എനിക്കെങ്ങനെ അറിയാം? പോയില്ല
ആരെങ്കിലും വന്ന നല്ല ഇടിയിക്കുമ്പോ രണ്ടു പറ്റാകത്ത് ഇടിയിട്ടാണ് കുഴപ്പമില്ല. അയ്യോ നിങ്ങളോടോ എനിക്ക് നിങ്ങൾ എന്താ ഈ അടുക്കള ഭക്ഷണം വന്നിരിക്കുന്നത് കഴിക്കുന്നത്? അത് പിന്നെ പെട്ടെന്ന് വന്നപ്പോ കേറിയ പാട്ടുകളില് അയ്യോ ഇത് അടുക്കളയല്ലേ, നിങ്ങൾ കഴിക്കാനായിരുന്നെങ്കിൽ ആ AC മുറിയിൽ ഇരുന്ന് സാവകാശം കഴിക്കാമായിരുന്നില്ലേ? നിങ്ങളിവിടെ പുതിയതാണല്ലേ? അതെ. ആ എനിക്ക് തോന്നി. രണ്ട് മീൻ വരണം. ആ, നിങ്ങൾ കഴിക്ക്. ഞങ്ങളുടെ കയ്യിലൊന്നും നിങ്ങൾക്ക് എന്താ ഒരു പരിഭ്രമം പോലെ? നല്ല വിശപ്പുണ്ടല്ലേ? ആ, നിങ്ങൾ കഴിക്കുന്ന സമാധാനമായിട്ട് ഞാനിപ്പോ വരാം. ചിക്കൻ തന്നെ ജ്യൂസ് ചെയ്യാം അല്ലേ? അതാണ് ഓസിക്ക് കിട്ടുമ്പോ ജ്യൂസിയായിട്ടൊക്കെ തോന്നും. നിങ്ങൾക്കാരുടെ ഭർത്താവത്തിനൊക്കെ മന്ദിരം തോന്നിയില്ലേ? വയറ് നിറച്ച് ഭക്ഷണം കൊണ്ട് നല്ല ഇടി എടുക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് നന്നായിട്ട് പാത്രം കഴുകാറിയാം. ഇത്രയോട്ട് വിശന്നിരുന്നോ? നല്ല വിശപ്പുണ്ടായിരുന്നല്ലേ? ആ, അല്ല നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? ഞങ്ങള് ഭക്ഷണം സൂപ്പറായിരുന്നു. അതെ ഗംഭീരായിരുന്നു. വളരെ സന്തോഷം. നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ കയ്യില് ഒന്നും അയ്യോ അത് പറഞ്ഞിട്ട് പറഞ്ഞു. രാത്രിയിൽ ഇങ്ങോട്ട് കഴിക്കേണ്ടി വരണമെന്നില്ല. രാത്രി കൊണ്ടത് ഇതിനകത്തുണ്ട്. അല്ല എവിടെ താമസിക്കുന്ന പറഞ്ഞേ? കുറെ ദൂരെ നേരത്തോ എന്തോ ഒരു പന്തികൾ യുവമാരെന്താ കാശ് ചോദിക്കാത്ത? യുവമാർക്ക് കാശ് വേണ്ടേ? ഒന്നിലെ ഇവന്മാര് മുഴുവൻ മണ്ടന്മാരാ. ഇതിന്റെ പിന്നിൽ എന്തോ കെണി ഒളിച്ചിട്ടുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്? ഞാൻ എന്തോ ഒരു പണി. നമുക്കൊരു കാര്യം ചെയ്യാം. ആരോടെങ്കിലും ചോദിക്കാം. പാലും മൂടും അറിയാതെ ഇങ്ങനെ നടക്കുന്നത് പന്തി എത്രയാണ്? പന്തി നമുക്ക് അയാളോട് ചോദിക്കാം. എന്താണ് അതെ ഒന്ന് നിൽക്കുക. അതെ ഇപ്പൊ ഞങ്ങള് കുറച്ച് ദൂരെ നിന്ന് വയ്യാണ്ടേ ഇന്ന് ഇവിടെ തങ്ങാന്ന് വിചാരിക്കണം. താമസിക്കാൻ പറ്റിയ ഇവിടെ എവിടുന്ന വരുന്നേ? പറഞ്ഞറിയില്ല. താമസിക്കാനാണെങ്കിൽ ഞാൻ ധരിച്ചാണ് താമസിക്കുന്നത്. നിങ്ങളാണ് എന്നോട് കൂടാ. നാട്ടിൽ നിങ്ങൾക്ക് എത്ര ദിവസം താമസിക്കുന്നു ഇവിടെ? ഇതിനെ തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോ കുറച്ച് കൂടുതൽ ദിവസം താമസിക്കേണ്ടി വരും. കുറച്ച് അധികം ദിവസം താമസിക്കണമെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും ജോലി ഇല്ല. നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? കവികൾ കവികൾ കവികളാ കവികൾ. ഞങ്ങൾ ഗതിരൂപത്തിലും പതിരൂപത്തിലും അനർക്ക നിർക്കണം എങ്ങനെ കവിതകൾ പറയുന്നതൊന്നും തോന്നുന്നു. ഞങ്ങളിവിടെ കവികളെ കൊണ്ട് പൊറുതി സ്ഥലത്തെ പ്രധാന കവികളായ SN കലാധരനെ ഭീഷ്മിയൊക്കെ പാർട്ടി മാർഗപ്പടി വിട്ടിരിക്കുക. അവർ നിങ്ങൾ മനുഷ്യന് ഉപകാരം ഒരു പണിയുണ്ട്. ഒരു മിനിറ്റ് മേലെ നീ പണിയെടുക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? എനിക്കൊന്നും പറ്റില്ല പണി. നമുക്ക് പാട്ട് പാടാൻ അറിയാമെന്ന് പറയാം. അതപ്പോ വലിയ പണിയൊന്നും അല്ല നിങ്ങളൊന്നും പറഞ്ഞില്ല. അല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്ത് ജോലിയാ ചെയ്യാതെ ഇങ്ങനെ ആലോചിക്കായിരുന്നേ. ഞങ്ങൾ
ഇവിടെ ജോലി എടുത്ത് ക്ഷീണിച്ചു വരുന്നവർക്കായി ഞങ്ങൾ ഗാനങ്ങൾ ആലപിക്കാം. അവരെന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തൽക്കാലത്ത് പാട്ട് വേണം. ഞാനൊരു കാര്യം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നിലവറ. നിലവറ എന്ന് പറയുമ്പോൾ അത് സാധാരണ നിലവറയല്ല. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ അപൂർവവും അമൂല്യവുമായ വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലമാണ്. ആളുകൾ ആവശ്യാനുസരണം ഒപ്പിട്ട് ഉപയോഗം തിരിച്ചുകൊണ്ട് നിങ്ങൾ തൽക്കാലം അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതിന്റെ താക്കോൽ എന്തെങ്കിലും എന്ത് പറയുന്നു? ശരി, നമുക്ക് വലിയ പണിയൊന്നും കാണില്ല. ശരിയാ, അയാൾ പറഞ്ഞു കേട്ടില്ലേ മൂല്യമുള്ളതായ കുറെ വസ്തുക്കളുണ്ടെന്ന്. അതും നമുക്ക് ഉപകാരപ്പെടുമോ? അല്ല, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നേരെ ചെന്ന വലത്തോട്ട് തിരിഞ്ഞാൽ രണ്ടാമത്തെ കെട്ടിടം. അവിടെ ആ രണ്ട് കെട്ടിടങ്ങൾ എഴുതിയില്ല. ചെന്നാട്ടെ, ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂല്യമുള്ളതും മൂല്യമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വില കുറഞ്ഞ വസ്തുക്കളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അമൂല്യമായ വസ്തുക്കള് ലോക്കറിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് കേടുവരാതെ നോക്കിയത്. അത് ഞങ്ങൾ ഏറ്റു. ആയിക്കോട്ടെ, ശരി. പഞ്ചസാര, വെളിച്ചെണ്ണ, ഇങ്ങോട്ട് നോക്കി. സോപ്പ്, ചീപ്പ്, കണ്ണാടി. മദ്യം. ഇവന്മാരെന്ത് മണ്ടന്മാരല്ലേ? സാധനങ്ങളൊക്കെ എന്തായാലും നമ്മളെ വന്നു കയറിയ സ്ഥലം കൊള്ളാം. വിലപിടിപ്പുള്ളതൊക്കെ ലോക്കറി വെച്ച് പൂട്ടിയിരിക്കാന്നല്ല അയാൾ പറഞ്ഞത്. അതെ, ഒന്നത്തേക്കാൾ വിലപിടിപ്പുള്ളത് എന്തായി? ശരിയാണോ? വല്ല വചനങ്ങളായിരിക്കും. എന്നാ പിന്നെ നമുക്ക് അതെടുത്താ പോരെ? നോക്കി നിൽക്കാതെ ലോക്കർ Bueno,
ഞാൻ പറയാം എടുക്കാനായിട്ടില്ല. ഇതാണോ അവന്മാര് പറഞ്ഞ അമൂല്യമായ ടിവി? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ചെറുമാരി മണ്ടന്മാരല്ല, മഹാമണ്ടന്മാര്. എടാ നീ ആ ഒന്ന് വെച്ചാൽ അവരെ സ്ഥലമുണ്ടോ? ഒരു കയ്യൊന്നും ഈ സ്വർണ്ണം മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ എടുത്തിട്ടില്ല. ണ്ട് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെടുത്തോ. ഞങ്ങൾ സ്വർണ്ണ അന്വേഷണം വന്നല്ല. അല്ലെങ്കിൽ ഇവിടെ ആയിട്ടുള്ളത് ഏറ്റവും വില കുറവ് വസ്തുവാണ്. പിന്നെ എന്താ പിന്നാക്കെയാണോ ഞങ്ങൾ എത്ര കാര്യം ഓടിച്ചത്? അപ്പൊ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ? ഞാൻ നിങ്ങൾ താപോലെന്ന് പറഞ്ഞല്ലേ ആ ലോക്കലിൽ 10 രൂപ സൂക്ഷിച്ച വസ്തുക്കൾ നിർത്തി കേട്ടാക്കരുത്. നിങ്ങൾ എന്നെ അതൊക്കെ എടുത്ത് നശിപ്പിച്ചത് ഇതിനേക്കാൾ ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങളുടെ പുസ്തകങ്ങൾ അമൂല്യമായ അറിവിന്റെ നിധി. അതിനേക്കാൾ എന്ത് മൂല്യമാണ് സ്വന്തത്തിനുള്ളത്? അതെ, വയസ്സയച്ചല്ലേ അമ്മമാർ വിശേഷ ദിവസങ്ങളിൽ എടുത്തോണ്ടുപോയി അണിയാറുണ്ടെന്ന് വെച്ചാൽ ആ ഒരു വസ്തു തിരിഞ്ഞു പോലും നോക്കണം. എന്നാൽ ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ തലമുറകളിലേക്ക് അറിവ് പകരാനത് നമ്മുടെ മുൻ തലമുറക്കാർ ഞങ്ങൾക്കായി അവശേഷിപ്പിച്ചു പോയ ഒരു അമൂല്യമായ നിധി. ഭദ്രമായി ലോകം സൂക്ഷിച്ചവയെ നിങ്ങൾക്ക് എങ്ങനെ നശിപ്പിക്കാൻ സാധിച്ചു? അതിന് സമാധാനം പറഞ്ഞേ മതിയാകും. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? ആർക്കും വേണ്ടാത്ത കുറെ പഴഞ്ഞ പുസ്തകങ്ങളാണോ നിങ്ങൾ അമൂല്യമായ നിങ്ങൾക്കാണ്. നമ്മൾ ഇത്രയും മണ്ടന്മാരായ ആൾക്കാരെ കണ്ടില്ല. നിങ്ങൾ എവിടെ തന്നെ വരുന്നു? കുറച്ച് ദിവസമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നു. അതെ, ഞാനേ കണ്ടപ്പോ സംശയം തോന്നിയതായിരുന്നു. ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. നിങ്ങൾ വളരെ വ്യത്യസ്തമായി പെരുമാറുന്നു. എന്തൊക്കെയോ മാറ്റാൻ ശ്രമിക്കുന്നു. ഇവിടെ ആരും ഇങ്ങനെ ഗുരുവമായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചതല്ല. നിങ്ങൾ ഇനി തുടരണമെങ്കിൽ നിങ്ങൾ എല്ലാം തുറന്ന് പറഞ്ഞേ മതിയാവും. നിങ്ങൾ ആരാണ്? എവിടുന്ന് വരുന്നു? നിങ്ങൾ ഭയക്കാതെ ഉപദ്രവിക്കുന്നവരല്ല. നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങളുടെ നാടെവിടെയാണ്? വാഴ്ത്താതെ പറയൂ. അതെ പറയൂ. ഞങ്ങള് കപ്പുമാന്തിക്കിറങ്ങി വരുന്ന കള്ളന്മാരാണ്. കള്ളന്മാരോ? അതെന്താ? അറിയോ? അത് എവിടെയാണ്? കപ്പമാലിനെ കുറിച്ച് എന്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ വളരെ വ്യത്യസ്തമായ രീതികളാണ് അവിടെ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നു? ഞങ്ങൾ എന്താ വല്ല എന്തെങ്കിലും ജീവിതമാണ്? നിങ്ങൾക്ക് വട്ടാണോ വട്ടപ്പോലെ അഭിനയിക്കണം? ഭക്ഷണം കഴിച്ചാൽ കാശ് വേണം, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നാൽ കാശ് വേണം, പരിചയം പോലില്ലാത്ത താമസവും ജോലി കൊടുക്കുന്നു. എന്തിനേറെ വിലപിടിപ്പുള്ള സ്വർണ്ണം നിങ്ങൾക്ക് മൂല്യമില്ലാത്ത വസ്തു, ആർക്കും വേണ്ടാത്ത കുറെ പഴഞ്ച പുസ്തകങ്ങൾ, അമൂല്യമായ എന്തോ ബ്ലൂട്ടൂത്ത് തന്നു. ഞാനൊന്ന് ശ്രമിക്കട്ടെ. അതായത് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനമാണ് ഈ കാശ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ പോരെ? അതെന്താ വേറെ സാധനം? ഞാൻ നോക്കണം. എന്താന്ന് പറഞ്ഞില്ല. കള്ളന്മാര് മറ്റം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. എന്റെ കയ്യിലാണെങ്കിൽ ഭക്ഷണം വാങ്ങാൻ പോലും കാശില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കാശ് വേണം. കാശ് വേണമെങ്കിൽ ഒന്നും ഇത് വിൽക്കാൻ വേണം, അല്ലെങ്കിൽ പണിയെടുക്കാം. എനിക്ക് പണിയെടുക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഈ സ്വർണം കട്ട് അത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുത്ത് ആ കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാം. അങ്ങനെ ചെയ്യുന്നവരെയാണ് കള്ളന്മാരെന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു നിമിഷം, ഇതിങ്ങനെ ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല. കാരണം ഇത്തരം സമ്പ്രദായങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതായി എന്റെ മുത്തശ്ശി
അതെ ശരിയാ. ഇത്തിരി പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിച്ചതായി ഞാനും ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് വരുന്നത് വർഷങ്ങൾക്ക് പിന്നിലായിരിക്കും. ഇവർ സഹായിക്കാൻ നമ്മുടെ കടമയാണ്. അതെ അതെ, എല്ലാവരും വരും, നമുക്ക് ആലോചിക്കാം. നിങ്ങളെ വിഷമം നമുക്ക് അതുകൊണ്ട് ഞങ്ങൾ കൂട്ടായി ഒരു തീരുമാനം. നിങ്ങൾ ഇവിടെ നിന്നും മടങ്ങി പോകും. കാരണം നിങ്ങളുടെ ജോലിയായ മോഷണം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്തെങ്കിലും പുതുതായി പഠിച്ചെടുക്കാനുള്ള താല്പര്യവും കാണും. നിങ്ങൾ മടങ്ങി പോകുന്നതാണ് അപേക്ഷയായി. ഞങ്ങൾ അങ്ങോട്ട് മര്യാദയ്ക്ക് പോകല്ലായിരുന്നു. അപ്പൊ നിങ്ങളല്ലേ ഞങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് ഈ കഥകളൊക്കെ കാണിച്ചത്. അതാണ് മനുഷ്യന്റെ സമയങ്ങളെ ഞങ്ങൾ പോവാ. നമുക്ക് പോവാം. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റും. വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. ആവശ്യമില്ലാത്ത സാധനമാണ് ഈ സ്വർണ്ണമല്ലേ പറഞ്ഞത്. കൂടുതലൊന്നും പറയാൻ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് യാത്രാ മതിയുള്ള ഭക്ഷണം തന്നിടുക എന്ന് മാത്രമാണ്. ഇവർക്കുള്ള വേണ്ട വേണ്ട, ഭക്ഷണമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ എത്ര ഓടിച്ച് ഈ അവസ്ഥയിലാക്കിയതിന് വളരെ ഉപകാരമാണ്. ആ മുണ്ട് ഈശ്വരൻ, ഞാൻ പ്രവചിച്ച പോലെ കപ്പക്കുഴിയിലപ്പുറം തിരിച്ചു വന്നിരിക്കുന്നു. കപ്പക്കുഴിയിലപ്പുറം തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാവരും കപ്പക്കുഴിയിലപ്പുറം നമസ്കരിക്കൂ. ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. എടാ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇത് നമ്മുടെ പഴയ കഥപ്പറമ്പല്ലേ? ഒരു ആശ്രമം പോലെ ശ്രദ്ധിച്ചോ? എടാ, ആ പാർലോമുള്ള മുമ്പിൽ ഇരുന്ന് കൈയടിക്കുന്നത് അത് മാത്രല്ല ശരി, ആ പോലീസുകാരും അവിടെ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നാം. നമ്മൾ കുഴിയിൽ പോയപ്പോ എന്താ അവിടെ ഉണ്ടായത്? എനിക്കറിയാൻ പാടില്ല. അല്ല, ഇത് പറയാൻ വഴി അവിടെ നമ്മുടെ മനസ്സിലായില്ല.
അവിടുത്തെ സേവസേനയ്ക്ക് നൽകിയിട്ട് പരിഗണിക്കണം. നീ ആ കോമനല്ലടാ. ഞങ്ങളൊന്ന് കുഴിയിൽ പോയപ്പോ തൂറാമെന്നോ നീയാ? അതാ ശരി. ഇവൻ തന്നെ നമ്മളെ കുഴിയിൽ ചടിച്ചത്. അവിടത്തേക്ക് എന്നെ മനസ്സിലായി. ഞാൻ തൂറിൽ തന്നെ കണ്ടുപോ. സത്യം പറ, ഞങ്ങളൊന്ന് കുഴിയിൽ സത്യം പറഞ്ഞു. അതെ, നിങ്ങൾ അല്ല, ഇയാളെന്താ ദൈവപുരുഷനല്ല. ഞാൻ ഈ ദേശത്തെ അറിയപ്പെടുന്ന കളന ഇതിന്റെ മൂത്ത കളൻ. അപ്പൊ നിങ്ങൾ ദൈവപുത്രന്മാരല്ല. അവരല്ലേ മലയാളത്തിൽ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ അത് കുഴിയിൽ വീണ് പിന്നെ എന്താ സംഭവിച്ചത്? അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. സത്യം പറയണം, ഞങ്ങളൊന്ന് കുഴിയിൽ പോയതിനു ശേഷം എന്താണോ പോയത്? അത് വലിയൊരു നീണ്ട കഥയാണ്. നീ നീക്കോ, നീ നീക്കോ. നിങ്ങള് കുഴിയിൽ വീണപ്പോ അടച്ചെടുത്ത് നാട്ടുകാരോട് ഓടിക്കൂടി. അപ്പൊ ഞാൻ ഭാഗ്യമില്ലാതെ പറഞ്ഞു തൂങ്ങേന് അയാളെ കൊന്നാമപ്പോ ഞാനൊരു നോണ പറഞ്ഞു. നിങ്ങൾ ദൈവപുത്രനാണെന്നും നിങ്ങൾ പറിച്ച കപ്പ എന്റെ കയ്യിൽ വെച്ചിട്ട് ഇതിനെ പൂജിക്കണമെന്നും അങ്ങനെ ഞാൻ ക്ഷണമായില്ലേ. പിന്നെ പൂജയായി നിങ്ങളുടെ പേരാസമായി വഴിപാടായി കർമ്മങ്ങളായി എന്ത് കപ്പ പായസം പ്രധാന വഴിപാടായി. പിന്നെ കപ്പ വീടപ്പന്റെ പേര് ബ്രാഞ്ച് നൂഡിൽസ് പപ്പടം എന്ത് വേണ്ട നെയ്യ് പാൽ എന്തെല്ലാ കപ്പ വീടപ്പിന്റെ പേര് ഐക്യരാഷ്ട്രസഭയില് കപ്പ വീടപ്പിന്റെ പേര് നിങ്ങൾ സംസാരിച്ചു. വണ്ടിന്റെ ഒടുക്കല്ലായിരുന്നു. പിന്നെ വണ്ടിന്റെ ഒടുക്ക ഇപ്പൊ സത്യമായിട്ട് എന്റെ അമ്മയാണ് സത്യം. ഞാൻ കപ്പ വീടപ്പല്ലാതെ എന്റെ മകൾ യൂണിവേഴ്സിറ്റി പഠിക്കുക. പിന്നെ പത്രിയുടെ മോനായിട്ട് എന്റെ മോളെ ഞങ്ങളെ കുഴി വീട്ടിട്ട് നമ്മുടെ ഒരു ഫോട്ടോ കാണിച്ചു ഈ മണ്ണിൽ ഇത്രയൊക്കെ ഉണ്ടാക്കാമെങ്കിൽ ഇറങ്ങിയാൽ എന്തൊക്കെ ഉണ്ടാക്കാം. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടോ, പേടിച്ച് വരണ്ടിരിക്കുക. നമ്മൾ എന്ത് പറഞ്ഞാലും അയാൾ നമ്മളൊന്ന് മനസ്സിലാ ഈ ആശ്രമം ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. നമ്മളെ തഴാനോടിച്ച നാട്ടുകാരും പിടിക്കാനോടിച്ച പോലീസുകാരും ഒക്കെ നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കും. എന്തിനേറെ ഈ രാജ്യം കൈയേറുന്നവർ വരെ നമ്മുടെ മുന്നിൽ വന്ന് ക്യൂ നിൽക്കും. ഇനി നമ്മുടെ സമയമാണ്. ആശാനെ, നമുക്ക് ദൈവമാനൊക്കെ പറ്റുമോ? നമ്മള് നാളറിയപ്പെടുന്ന കള്ളന്മാരല്ലേ? നമുക്കേ പറ്റൂ. ഈ ജോലിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഒരു കള്ളനാണ്. ഇങ്ങോട്ട് വരെ. ഇനി മുതൽ ഞങ്ങൾ ദൈവം ഞങ്ങൾ പറയുന്നത് കേട്ട് നടന്നാൽ എനിക്ക് കൊള്ളാം. ഇല്ലാത്ത എന്റെ കഞ്ഞി കൂടി ഞങ്ങൾ മുട്ടിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ വഴുതുപോലെ നടക്കട്ടെ. എന്താ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. താനെ ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. അല്ല ആശാനെ, ഞാൻ അന്ന് പറഞ്ഞ നുണയെ ഒരു ദൈവമുണ്ടോ? അത് ആശാനാണ്. അത് സാരമില്ല. ശരിക്കും രണ്ട് ദൈവമുണ്ടെന്നും തനിക്ക് തെറ്റ് പറ്റിയതാണെന്നും അങ്ങ് വെച്ച് കാച്ചിയാൽ മതി. അയ്യോ, അത് ശരിയാവില്ല. എന്താ ഇപ്പൊ കളറല്ലേ? ഞങ്ങളെക്കാൾ വലിയ കളറല്ലോ താൻ. അതല്ല, ഇപ്പൊ കുറെ കാലം മുമ്പ് പറഞ്ഞ നുണയല്ലേ. ഇപ്പൊ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ?
അപ്പൊ താൻ എന്താ പറഞ്ഞു വരുന്നത്? എന്നെ പതുക്കെ അങ്ങ് ഒഴിവാക്കാൻ വന്നല്ലേ? എന്നെ ഒഴിവാക്കിയിട്ട് ഒരു പരിപാടിക്ക് എന്റെ ആശ കൂട്ടു നിൽക്കില്ല. അല്ല ആശൻ ഇപ്പോൾ മാറ്റി പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് ഞാൻ തന്നെ ആശാനെ ഒരു അവസരം കിട്ടിയപ്പോ എന്നെ തേക്കാനല്ലേ? ഒന്നും മറക്കരുത് ആശാനെ, ഒന്നും മറക്കരുത്. അന്ന് ആശാന് വിശന്നപ്പോ ആശാൻ എടുത്തതിലെ കപ്പലുണ്ട്, എന്റെ കപ്പലുണ്ട്. അന്ന് മതിൽ ചാടാൻ ആശാൻ ചവിട്ടിക്കേറിയ തോൾ എന്റെ ഈ തോൾ. എന്തിനേറെ അന്ന് കുടിയിൽ വീണപ്പോൾ മുന്നും പിന്നെ നോക്കാതെ എടുത്ത് ചാടിയവനാണ് ആശാനെ ഞാൻ. നീ എന്നോട് ഇത് വേണ്ടായിരുന്നു ആശാനെ, നീ എന്നോട് ഇത് വേണ്ടായിരുന്നു. അങ്ങനെ ഒന്നും അല്ലടാ. ദൈവമാവണമെങ്കിൽ മുഖത്തൽപ്പം ചൈതന്യമൊക്കെ വേണ്ടേ? നോക്കിയാലും ഒരു കടലക്ഷണമല്ലേ ഉള്ളൂ. ആശാനെ ഇപ്പൊ നിങ്ങളെ ചൈതന്യമുള്ള വലിയ ദൈവം, ഞാൻ കള്ളലക്ഷണമുള്ളവൻ കള്ളൻ. നടത്തൂല, ഇത് ഞാൻ സമ്മതിക്കില്ല, നടത്തിക്കില്ല. എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കള്ളക്കടക്ക് ഞാൻ പൊളിക്കും. നിങ്ങളെ കള്ളന്മാരാണ് ഞാൻ വിളിച്ചു പറയും. ആശാനെ ഈ മകൻ എന്തായാലും ചാവും. അവനെ കൂടി പുള്ളി കാണിക്കും. എന്റെ ആശാന്റെ മനസ്സ് പറയുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനല്ലേ നിങ്ങൾ ഈ തലയിൽ എത്തിച്ചത്. എന്റെ ബുദ്ധിക്കാരനാ നിങ്ങളിപ്പോ ദൈവങ്ങളായിട്ട് ഇരിക്കുന്നത്. ആര് ദൈവാക്കിയത്? കുടി ചാടി ആശാൻ ദൈവം, കൂടെ ചാടിയൊക്കെ ഒരു അസിസ്റ്റന്റ് ദൈവത്തിന് ആക്കാനില്ലല്ലോ. എനിക്കറിയാം ഇതാണ് പോലുള്ള എന്റെ ആഗ്രഹം, ഒരു ദൈവമാണെന്ന്. ഈ ലോകത്തിൽ ആയിരക്കണക്കിന് മതങ്ങളിൽ കോടിക്കണക്കിന് ദൈവങ്ങളില്ലേ? അത് ഒരെണ്ണം കൂടിയാൽ അവർക്ക് ഇത്ര വലിയ പ്രശ്നം. ഞാൻ ദൈവം, നീ ദൈവത്തിന്റെ മാനേജർ. ആശാൻ എന്തൊക്കെയാ പറയുന്നത്? ഏത് ദൈവത്തിന് ആശാന്റെ മാനേജർ? ഉണ്ട്. ഇപ്പോ എല്ലാ ദൈവങ്ങൾക്കും ഒരു മാനേജർ ഉണ്ട്. അതെ, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നു. ഇനി ഞാൻ പറയുന്നത് പോലെയാണല്ലോ ഇവിടെ കാര്യങ്ങൾ. നീ തന്നെ എന്റെ മാനേജർ. എന്നെ കാണാൻ വരുന്നവർ ആദ്യം നിന്നെ കാണും. നിന്നിലൂടെ അല്ലാതെ ആർക്കും എന്റെ ദർശനം സാധ്യമല്ല. എന്താ പോരെ? മതി ആശാൻ, അത് മതി. ആശാൻ എന്നെ തടഞ്ഞില്ലല്ലോ, എനിക്കത് മാത്രം മതി. ആശാനെ അല്ല, കപ്പക്കുഴിയിലപ്പ. അപ്പോൾ ഈ കപ്പായനം നമ്മൾ തുടരുന്നു. എന്താ തിരികെ വന്നവരണവും മറ്റൊരു ചുടും മാറ്റം കണ്ട അതിനും ലോകത്തിനും യാക്കണ കണ്ട മുട്ടന്മാരോട് ഉടയോടാക്കണ കണ്ട ഉടയോ നായകർ എതിരില്ലാതെ പലതും യാക്കണ കണ്ട ബിരുദന്മാർ പുറടി പോണത് കണ്ട അടിയും പടയും അറിയാത്തോരാ മനുഷ്യന്മാരെ കണ്ട കണ്ണന്മാരവർ കണ്ണിൽ മെനയുകൾ കണ്ട പലരും നേരം കുഴിയും കാട്ടണതെന്താ